PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PC ആവർത്തിച്ച് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി ഇരുന്ന് കാണുക. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. UPSC കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, രാഷ്ട്രപതിയാണ്. ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഗവേണൻസ്. മൂന്നാമത്തെ, സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം. നാലാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. ഇതിൽ ശരിയായ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ സി ആണ് 1, 2, 4 മാത്രം. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 1, 2, 4 മാത്രം. അടുത്തത്, വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന ഏതാണ് എന്നുള്ളതാണ്. 107ാമത്തെ ബി ആണ് ആൻസർ. മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ്. മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന. അടുത്തത്, ശരിയായ ജോഡി കണ്ടെത്താനാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ദേശീയ തലത്തിൽ അഴിമതി തടയാൻ. ഓപ്ഷൻ സി തന്നിരിക്കുന്നത് ഇന്ത്യൻ പോലീസ് സർവീസ്. ഡി തന്നിരിക്കുന്നത് സെയിൽസ് ടാക്സ് ഓഫീസർ. നമുക്ക് നേരെ അതിൻ്റെ അപ്പുറം തന്നിരിക്കുന്നത് ലോക്പാൽ 1964, സംസ്ഥാന സർവീസ്, അഖിലേന്ത്യാ സർവീസ്. ഇത്രയും തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. A2, B1, അതുപോലെ തന്നെ C4, D3 ആണ്. അടുത്തത്, സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ലോകായുക്ത. ഏതാണ്? ലോകായുക്തയാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അടുത്തത്, രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകൻ ആര് എന്നുള്ളതാണ്. 110ാമത്തെ ഓപ്ഷൻ എ ആണ് നിക്കോളോ മാക്യവല്ലിയാണ്. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകൻ ആരാണ്? നിക്കോളോ മാക്യവല്ലി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭൂപ്രദേശവുമായി ബന്ധമുള്ള വസ്തുതകൾ പരിശോധിച്ച് കണ്ടെത്താനാണ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. അത് ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഭൂപ്രദേശം എന്നാൽ കരഭാഗം മാത്രമാണ്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് കരഭാഗവും തീരപ്രദേശവും ചേർന്നാണ് ഭൂപ്രദേശം. ഓപ്ഷൻ സി തന്നിരിക്കുന്നത് ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ആൻസർ? നമുക്ക് നോക്കാം. 111ാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നാണ് എന്നുള്ളതാണ്. അടുത്തത്, ഐക്യരാഷ്ട്രസഭയിൽ 193ാമത് അംഗമായ രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ദക്ഷിണ സുഡാനാണ്. ഐക്യരാഷ്ട്രസഭയിൽ 193ാമത് അംഗമായ രാജ്യം ഏതാണ്? ദക്ഷിണ സുഡാനാണ്. അടുത്തത്, 113ാമത്തെ രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. ഇത് ആരുടെ വാചകമാണ് എന്നുള്ളതാണ്. 113ാമത്തെ ഓപ്ഷൻ എ ആണ് ജെർമി ബന്താമിൻ്റെ. ജെർമി ബന്താമിൻ്റെയാണ് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. ഇതാരുടെ വാചകമാണ്? ജെർമി ബന്താം. അടുത്തത്, താഴെ പറയുന്നവയിൽ രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം ഏതാണ്? ഇവയെല്ലാം പറയുമ്പോൾ ദൈവദത്ത സിദ്ധാന്തം, ശക്തി സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. ഇതാണ് രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ. ഏതൊക്കെയാണ്? ദൈവദത്ത സിദ്ധാന്തം, ശക്തി സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം, സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം.
അടുത്തത് 115 താഴെ പറയുന്നവയിൽ രാഷ്ട്രീയ അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, സ്വത്തവകാശമാണ്. ഏതാണ്? സ്വത്തവകാശമാണ് രാഷ്ട്രീയ അവകാശത്തിൽ ഉൾപ്പെടാത്തത്. അടുത്തത് വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ലാറി ബേക്കറാണ്. വാസ്തുമേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആരാണ്? ലാറി ബേക്കറാണ്. അടുത്തത് അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. ഓപ്ഷൻ വായിക്കാം നമുക്ക്. ആദ്യത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തൻ്റെ കൃതിക്ക് പൊളിറ്റിക്സ് എന്ന പേര് നൽകി. രണ്ടാമത്തെ ഓപ്ഷൻ അരിസ്റ്റോട്ടിൽ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ അരിസ്റ്റോട്ടിൽ ഒരു ഗ്രീക്ക് ചിന്തകനാണ്. നാലാമത്തെ രാഷ്ട്രത്തെക്കുറിച്ച് മാത്രമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്നറിയപ്പെടുന്നത്. ഏതാണ് നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, 1, 2, 3 ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണ്? 1, 2, 3. 4 ഇല്ല, 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് 118. നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. അവകാശ സംരക്ഷണം തന്നിട്ടുണ്ട്, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കൽ തന്നിട്ടുണ്ട്, നീതി നടപ്പിലാക്കൽ, ആഭ്യന്തര സമാധാനം. ഇതിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 2 മാത്രമാണ്. ഏതാണ് 2 മാത്രം? ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക. അടുത്തത് 119. ഒരു രാഷ്ട്രം നിലവിൽ വരണമെങ്കിൽ അത്യന്താപേക്ഷിതമായ ഘടകം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, പരമാധികാരമാണ്. ഏതാണ്? പരമാധികാരമാണ് ഒരു രാഷ്ട്രം നിലവിൽ വരണമെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകം. അടുത്തത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, പ്ലേറ്റോൻ്റെ വാക്കുകളാണ്. അടുത്തത് നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഉത്തരം വായിക്കാം. ഓപ്ഷൻ എ ആണ്, ഗാന്ധിജിയുടെയാണ്. അടുത്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ എന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻ ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം. രണ്ടാമത്തെ ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം നേടാനുള്ള അവകാശം. ഇത്ര ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളതാണ് 122. ഓപ്ഷൻ സി ആണ്, ഇവയെല്ലാമാണ്. അടുത്തത് കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, സാധന വിൽപ്പന നിയമം. 1930 സാധന വിൽപ്പന നിയമമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുമാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക. താങ്ക് യു.